ഫസ്റ്റത്തെ വീഡിയോ കേട്ടി നീ ഓർക്കണം. അപ്പോ നമ്മളതിൽ റീവാലുവേഷന്റെ കുറെ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. സത്യാണെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ ഈയിടെയായിട്ട് കുറെ നമ്മുടെ ക്ലാസ്സിലായാലും ഒരുപാട് തെളിവുകൾ അതിന് വന്നു. ഏഹ് ഇപ്പൊ റീവാലുവേഷൻ റിസൾട്ട് കുറച്ച് വന്നു. ഇപ്പൊ എന്റെ ഒരു കാര്യം ഞാൻ പറയാം ഫസ്റ്റ്, എന്നിട്ട് നീ നിന്റെ കാര്യം പറയാം. എന്റെ ഒരു കാര്യം തമാശ എന്തെന്ന് വെച്ചാൽ എനിക്ക് 36 മാർക്കാണ് ഇതില് തെർമോഡൈനാമിക്സ്. ഞാൻ ആൻസർ ഷീറ്റ് എടുത്തില്ല, കാരണം അതിന് 550 രൂപ കൊടുക്കണം. 550 പ്ലസ് 630 കൊടുക്കണം. അതിനുള്ള ഫണ്ടില്ല. സോ ആസ് യൂഷ്വൽ ഞാൻ റീവാലുവേഷൻ കൊടുത്ത് 630 രൂപ കൊടുത്ത് 36 30 ഉണ്ട്. 30 മാത്സ് കോൺഫിഡന്റ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ കൊടുത്തില്ല. അല്ല, കൊടുത്തു, ബട്ട് അതിന് ഞാൻ പറയുന്നു. പക്ഷെ 36 മാർക്ക് തെർമോഡൈനാമിക്സ്, അതിൽ ഞാൻ കോൺഫിഡന്റാ. 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കേ ഉള്ളൂ. ഞാൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവര് റിസൾട്ട് പകുതി ആക്കിയിട്ട് ഇടുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോ 2F റീവാലുവേഷൻ റിസൾട്ടാണ്. 2F 2 തോറ്റു. ആകപ്പടം ഇല്ലാണ്ടേ ആയിപ്പോയി. നീ ഓർക്കണത്, ഇല്ലാണ്ടേ ആയിപ്പോയി. 30 36 30 പോട്ടെ, കിട്ടിയാലും വിചാരിച്ചു കൊടുത്താ. 1060 പോയി. 1060 പോയി. ഞാൻ 30 ഞാൻ ഒപ്പം കൊടുത്തു. പക്ഷെ 36 എന്റെ എല്ലാം ഉണ്ടായിരുന്നത്. അത് പോയപ്പോ എനിക്ക് ആകപ്പാടാ ഇല്ലാണ്ടായി പോയി. ബസ്സിൽ നിന്റെ കേസ് അതെനിക്കറിയാം, പക്ഷെ നീ തന്നെ അത് പറയണം. അത് നേരെ തിരിച്ചുണ്ടായത്. അതായത് 3 സബ്ജക്റ്റ് എനിക്ക് പോയത്, ഒറ്റയടിക്ക് 3 സപ്ലൈ കിട്ടിയത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനില്, പിന്നെ ഇതിലാ മറ്റേ DBMS, ഗ്രാഫ് തിയറി, പിന്നെ ഗ്രാഫ് തിയറി. ഇതിൽ DBMS കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ രണ്ടും പാസ്സാ, അല്ല ഫെയിലാ. അതായത് ജസ്റ്റ് എഡ്ജ് ചെയ്ത്, ഒന്ന് 39, ഒന്ന് 38, പിന്നെ ഒന്ന് 36, ആ ഒരു റേഞ്ചിലാണ് വന്നത്. പിന്നെ ഗ്രാഫ് തിയറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് പഠിച്ച് പറഞ്ഞാൽ 10 ദിവസം ലീവ് കിട്ടിയത്. ആ 10 ദിവസം കുത്തിയിരുന്ന് പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് പറഞ്ഞാൽ 22 മാർക്ക്. അപ്പം തന്നെ സംശയിച്ചു തുടങ്ങി, എന്താ KTയുടെ വാല്യുവേഷൻ ഒന്നും ഇങ്ങനെ. അത് ബാക്കിയുള്ള ഏത് സബ്ജക്റ്റ് ഫെയിൽ ആയാലും കുഴപ്പമില്ല, കാരണം അത് എഴുതിയില്ലാന്ന് വിചാരിക്കും. പക്ഷേ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാത്സ് എല്ലാ പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യില്ല, ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതിയ പേപ്പറാണ്. അപ്പോൾ 22 മാർക്ക്. ബാക്കി എല്ലാത്തിലും നല്ല മാർക്കുണ്ട്, പക്ഷേ ഇത് മാത്രം മാർക്കില്ല. അപ്പം എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ റീവാലുവേഷൻ കൊടുത്ത് 630 റുപ്യ മൊത്തം 3 റീവാലുവേഷൻ കൊടുത്ത്. എന്നിട്ട് റിസൾട്ട് വരെ കാരണം കുറേ കഴിയും. അതായത് ആ റിസൾട്ട് വരുന്ന സമയം കോമഡിയാ. അതായത് മൂന്നാമത്തെ സപ്ലി, അതായത് ഈ സ്പെഷ്യൽ സപ്ലിയുടെ മൂന്നാമത്തേന്റെ ആ എക്സാമിന് സമയം കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. മൊത്തം നമ്മൾ എഴുതൂലെന്ന് ഉറപ്പിച്ചതിന് ശേഷം റിസൾട്ട് വരുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22 കിട്ടിയ സബ്ജക്റ്റ് 22 മാർക്ക് കിട്ടിയ 22 കിട്ടിയത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. ഡബിൾ വാല്യുവേഷൻ എന്നാ പേര് പറയുന്നത്. ഡബിൾ വാല്യുവേഷൻ. 2 ടീച്ചർമാരും, അതും പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, KTയുടെ ഏറ്റവും വലിയ അസിസ്റ്റന്റ് പ്രൊഫസർമാർ നോക്കിയിട്ട് അവർക്ക് പോലും കാണാൻ പറ്റാത്ത സംഭവം മൂന്നാമതൊരാൾ പിന്നെ ഇരുന്ന് നോക്കിയിട്ട് ഈ 2 ആൾക്കാരെയും കൂടി വിലയിരുത്തിയിട്ട് മാർക്ക് ഇടുന്ന സിസ്റ്റം. അത്രയും KTയുടെ വലിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മാർക്ക് 22 മാർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, റീവാലുവേഷൻ കൊടുത്തപ്പോൾ വേറെ ഏതോ ഒരു ടീച്ചർ അല്ല അസിസ്റ്റന്റ് പ്രൊഫസർ നോക്കിയിട്ട് എന്ത് കിട്ടി, എനിക്ക് രണ്ടാമത് നോക്കിയപ്പോൾ B ആണ് കിട്ടിയത്. അതായത് 22 B, ഒറ്റടിക്ക് B. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഈ ആദ്യം നോക്കിയ 2 ടീച്ചർമാർ ഞാൻ റീവാലുവേഷൻ കൊടുത്തില്ല വിചാരിച്ചോ. അപ്പം എനിക്ക് അറിയിച്ച മാർക്കാണ് 22. ഞാൻ ആലോചിച്ച് നോക്കി. എടാ, ഇതിലത്തെ ഒരു ഏറ്റവും വലിയ കോമഡി എന്ന് വിചാരിച്ചാൽ, നീ അവിടെ റീവാലുവേഷൻ കൊടുത്തില്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ സബ്ജക്റ്റ് തോറ്റു, റീവാലുവേഷൻ കൊടുത്തു കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ പിന്നെ നമുക്ക് ആ ഹാർഡ് വർക്ക് ചെയ്ത് എഴുതാനുള്ളത് ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ആ ഹാർഡ് വർക്കിനെ അവിടെ കാണാണ്ടാണ് അവർ പോകുന്നത്. ഇപ്പൊ നിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നീ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 2 ഡബിൾ വാല്യുവേഷൻ എന്നൊക്കെ അവർ പറയുന്നത്. ഇതിന് എക്സാം ഷീറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും സംഭവം ഡബിൾ വാല്യുവേഷന്റെ ഓപ്ഷൻ. അത് ചെയ്തിട്ട് പോലും നിന്നെ തോപ്പിച്ച് 2 ഡബിൾ വാല്യുവേഷൻ ചെയ്തിട്ട് ഞാൻ ആലോചിച്ചു, ഒരു കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിൽ പഠിക്കുക. ഈ സാർമാർ ഇപ്പൊ അടുത്തൊരുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ എന്താണ് പകൽ കൊള്ളയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ആ 2 ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത്. ഇത് അവൻ ബുദ്ധിക്ക് കളിച്ച്, അവൻ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. പൈസ പോകാന്ന് വെച്ചാൽ പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് അത്ര 550 630 പേപ്പറും എടുത്ത് മണി പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഇങ്ങനെ എഴുതിയതാണ്, ഇത് അങ്ങനെ എഴുതിയതാണ്, മാർക്കടെ ചോദിച്ചു. അവർക്ക് ഉത്തരമില്ല, കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇടക്കിടക്ക് ഇങ്ങനെ സംഭവങ്ങൾ നടക്കാറുണ്ട്. പലവരും ഇത്രയും വലിയ പൈസ കൊടുത്ത് പലവരും പേപ്പർ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. എങ്ങനെ പോയ നീ ആ ഒരു അവസ്ഥ ഈ 2 ഞാൻ പറയണേ, റീഫണ്ട് ആയി എന്ന് വിചാരിച്ചു. ഓക്കെ, റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി ഇവർ സ്വീകരിക്കണം. അതായത് ഈ റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ, അതായത് 22 B ആണല്ലോ, അത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. 22 പിന്നെ അത്ര മാർക്കിന് ഡിഫറൻസ് ഉണ്ട്. അത് അത്രയും മാർക്കിന് തന്നില്ല എന്ന് പറയുമ്പോൾ
ആ ടീച്ചർ ആ ഫസ്റ്റത്തെ നോക്കിയ 2 ടീച്ചർമാർ, പിന്നെ അതിന് ശേഷം ഇത് ഡബിൾ വാല്യൂഷൻ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത വേറെ ആളുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ചീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പറയുന്നത്. ഈ 3 ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കുക, അല്ലെ അവരെന്തെങ്കിലും ബോധവൽക്കരിക്കൽ ചെയ്യുക, ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കേട്ടിട്ടുണ്ട്, അതായത് ഈ നോക്കുന്നവരെ ഫോട്ടോ നമ്പർ സഹിതം റിസൾട്ട് ഒപ്പം അങ്ങ് കൊണ്ടുവരട്ടെ അവര്. കൊണ്ടുവരട്ടെ ഫോട്ടോ നമ്പർ, നമ്മൾ വിളിച്ചു വെക്കട്ടെ, നമ്മൾ വിളിച്ചു സംഭവം അറിയണ്ടേ, സീറ്റ് എടുത്ത് അങ്ങ് പറയാലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് ആ ഏരിയയിൽ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽസും കൊടുക്കണം. ഒരുമാതിരി ഇതാണ്. അതുപോലെ ഇപ്പൊ എക്സാം ഹാളിന്റെ കാര്യം പറയുമ്പോഴാണ്, നമ്മളെ കോളേജിൽ, ഇപ്പൊ എല്ലാ കോളേജിലും നമ്മൾ ഉണ്ടാകുന്ന അറിയില്ല, നമ്മളെ കോളേജിൽ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തുണ്ടായിട്ടും കാര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ KTUയുടെ ഇതൊരു നിയമമാണ് 3 മണിക്കൂർ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ കൂട്ടുകാരോടൊക്കെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരെ കോളേജിൽ അങ്ങനത്തെ നിയമമില്ല എന്ന് പറഞ്ഞു, എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർമാർ, അതായത് എക്സാം ഹാളിൽ എന്താണ് പറയുക, എക്സാം ഹാളിൽ നോക്കാൻ വേണ്ടി ടീച്ചർ ഉണ്ടാവില്ല, ആ ടീച്ചർമാർക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്ക് വെച്ചിട്ട് മൂത്രമൊഴിക്കാൻ ഇതിനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക, എന്തുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ അവർക്ക് ഒരു എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോവാ, വേറെ ടീച്ചർ വന്നിട്ട് പോകും. നമുക്ക് ഇനി തൂറാൻ മുട്ടിയാലും അല്ല എയ്ഡ്സ് എന്ന് പറയണേ, നമുക്ക് ഇനി തൂറാൻ മുട്ടിയാലോ അല്ല മൂത്രമൊക്കെ മുട്ടിയാലും എന്തൊക്കെ ഉണ്ടായാലും മൂത്രത്തിൽ കല്ല് വന്നാലും നമുക്ക് അവിടെ ഇരിക്കണം, എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മളൊരു കൂട്ടുകാരൻ, ഇവനാണെങ്കിൽ തുടക്കം മുതലേ അവന് മുഖത്തിന്റെ എക്സ്പ്രഷൻ ശരിയില്ല, അങ്ങനെ സിനിമ കളിച്ചിരിക്കണവർ ഇങ്ങനെ മുഖം ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കണേ. അത് നമുക്ക് ഡൗട്ട് അടിച്ചു, ഇപ്പം എങ്ങനെ എക്സാമിന് നമുക്ക് ടീച്ചറോടുള്ള ദേഷ്യം ഒന്നും മനസ്സിലാവണില്ല, അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക, ഇടക്കിടക്ക് അങ്ങനെ സൈഡിലേക്കൊക്കെ നോക്കിയിട്ട് എഴുതണില്ല, എക്സാം എഴുതണില്ല. തുടക്കം പോലെ ഇവനക്ക് ഈ എക്സാം മെയിൻ എക്സാം അങ്ങനെ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇവൻ ആകെ ഇതായിരിക്കണം, വേർത്തിട്ട് മുഖമൊക്കെ വേർത്തിട്ട് ആകെ ഇതായിട്ടിരിക്കും. ടീച്ചർ വന്നിട്ട് ചോദിച്ച് എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ടീച്ചർ ഒന്ന് അടുത്തേക്ക് വരാൻ പറഞ്ഞു, എന്തെങ്കിലും വലിയ വിഷയമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചറെ അടുത്തേക്ക് വിളിച്ചു, സ്വകാര്യത്തിൽ പറഞ്ഞു, ടീച്ചറെ ചെറുതായിട്ടൊന്ന് ബാത്റൂമിൽ പോകണം. സ്വകാര്യത്തിൽ പറഞ്ഞു, ടീച്ചർ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് സ്വകാര്യത്തിൽ പറഞ്ഞു. ആ ടീച്ചർ ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ, അത്രയും സീരിയസ് ആണ് നമുക്ക് ചോദിച്ചൊക്കെ വന്നിട്ട് ടീച്ചർ പോയിട്ട് HOD പറഞ്ഞു, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് HOD പറഞ്ഞു. അങ്ങനെ ഈ HOD കൊണ്ട് വന്നു, HOD വന്നിട്ട് ക്ലാസ്സിൽ ഇവിടെ ആർക്കവിടെ തൂറാൻ വിട്ടത്, അപ്പോൾ മറ്റേ ഇവൻ ബാക്കിൽ ഇരിക്കുന്നത് വിഷ്ണു നിനക്കാണോ തൂറാൻ വിട്ടത്? ഇവൻ ആകെ ഇല്ലാണ്ടായി. എന്ന് ആലോചിച്ചോക്കോ, അതായത് ഇവ ഇല്ലേലും വേണ്ടാച്ചിട്ടാകുന്ന അവസ്ഥയായി. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവനെ എത്ര നാണം കെടുത്തി, എന്നിട്ടേലും വിടോ, ഇല്ല നിനക്കാണോ? അപ്പൊ ആകെ നാണം കെട്ടു പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കണേ, അവിടെ എക്സാം ഫുൾ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഫുൾ ടൈം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഫുൾ സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നോട് പറഞ്ഞു. ഇത് നീ ഈ ഒരു സംഭവം ഉണ്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ശേഷം പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാം എഴുതാതിരിക്കുക, എനിക്കതിലത്തെ എല്ലാം എഴുതാനറിയാം, ഒരു ലിമിറ്റ് എത്തിയപ്പോ തുടങ്ങി മുള്ള മുട്ടാൻ തുടങ്ങി. ഇതിപ്പോ ഞാൻ അങ്ങനെ ടീച്ചറോട് പറഞ്ഞു, അന്നേരം ഷെബീർ പറഞ്ഞു, പറഞ്ഞ നാടൻ കെട്ട് പിടിച്ചിരിക്കുക, എങ്ങനെ ഇരിക്കുക, അബീത്തൊക്കെ നോക്കണ്ടേ, ഞാൻ അങ്ങനെ ഇരിക്കുക, ഇല്ല അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുക, എടാ വിടില്ല. കാരണം നമ്മളൊരു പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സോൾവ് ചെയ്യല്ല ചെയ്യുക, അവരതിന് വരെ എന്താ ചെയ്യുക, എല്ലാവരും ഉറക്കെ പറഞ്ഞിട്ട് വാഷ്റൂം പോകണം, അതായത് ഇതിന് മുന്നേ പോയിട്ട് വരണേ. എടാ ഇതിന് മുന്നേ പോയിട്ട് നമുക്ക് ഈ തോന്നുമ്പോഴല്ലേ പോവാൻ പറ്റുള്ളൂ. അതെ ഓക്കെ, ഇനിയിപ്പോ പോയി തന്നെ വിചാരിച്ചോ, ഈ ഒരു കൺട്രോൾ നമുക്ക് ദഹനത്തിന്റെ ഇത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ആ ഒരു ഇതിലങ്ങ് പോകുന്നതാണ്, ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. മറ്റേ ദിലീപിന്റെ പടത്തില് നമുക്ക് എന്ത് വിശപ്പ് ദാഹം എന്ത് കണ്ടത്, പക്ഷെ ഇത് നമ്മുടെ കൺട്രോളിലല്ല. അതേപോലെ ഒരു സംഭവം, പക്ഷെ ഇത് അവർക്ക് മനസ്സിലാവും, അവര് എക്സാം കയറുന്നതിന് മുന്നേ പോയിക്കൂടെയെന്ന്. എന്നിട്ട് പോവാൻ മുട്ടയല്ലേ പോകാൻ പറ്റുള്ളൂ, ഇനിയിപ്പോ പോയി തന്നെ ഇരിക്കട്ടെ, പിന്നെയും മുട്ടും, അത് നമ്മുടെ കയ്യിൽ നിൽക്കൂല. ഇവര് പറയുന്നൊരു ഇത് പറഞ്ഞാ എന്താ പറയാ, 3 മണിക്കൂർ ഇരിക്കണം എന്നാ പറയുന്നത്. ഒക്കെ പോട്ടെ, ഒരു കുട്ടിയുടെ അവസ്ഥ അവരവിടെ ചിന്തിക്കുന്നില്ല. ആ കുട്ടി എന്താ പറയാ, ആരോ ഇപ്പൊ എന്റെ തന്നെ അവസ്ഥ പറയാം, നമ്മൾ ഇതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, സാധനം കയ്യിൽ നിന്ന് പോയാൽ പോയി, നമ്മൾ ഇതിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് എക്സാം എഴുതാനേ കോൺസെൻട്രേറ്റ് ചെയ്യുക. നീ പറയാം, പ്രത്യേകിച്ച് തിയറി പേപ്പർ ആയിരുന്നു ഈ എഴുതിന്റെ, ആ തിയറി പേപ്പറിൽ പറഞ്ഞാൽ നമ്മളെ ഭാവന വളരണം, നമുക്ക് അറിയുന്നുള്ളതല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അന്നങ്ങാട്ടി കൂടി പഠിച്ചു തന്ന ഞാനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ, പക്ഷെ ഇയാണ് പാസ്സായത്. കാരണം എനിക്ക് ഭാവന ഉണ്ട്, ഞാൻ പഠിച്ചത് ഫുൾ പോയിന്റ്സ് മാത്രം എഴുതി വെച്ച്, അത് ഭാവന വിശദീകരിച്ച് എഴുതി വെച്ചു. സോറി, ഞാൻ ഇപ്പൊ എഴുതാറ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എഴുതായിരുന്നത് കേട്ടാ.
റിസൾട്ട് വന്നിട്ടില്ല. എനിക്ക് വിശ്വാസമില്ല. കാരണം എടാ എനിക്കെല്ലാം പോയിട്ട് ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ പറ്റില്ല. വരണമെങ്കിൽ ഈ 2-3 നടക്കൂല. കാരണം എനിക്ക് പോയിന്റ്സ് എല്ലാം എന്റെ ഇവിടെ ഉണ്ട്, പക്ഷേ അത് പേപ്പറിലോട്ട് വരുത്താൻ പറ്റില്ല. ഞാൻ അത്രയും പ്രഷറിലാണ് ഞാൻ. എനിക്ക് എന്താ ചെയ്യേണ്ടത് പോലെ അറിയില്ല. സമയം പോണ ഒരു സംഭവം ഉണ്ട്. ആ സമയം ഇങ്ങനെ മെല്ലെ പോവാ, മെല്ലെ പോവാ. നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും ആലോചിച്ചിരിക്കാൻ നോക്കും, പറ്റൂല. കടന്ന വാതിൽ ഇത് വന്ന് മുട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങല്ല സംഭവം. ശരിക്കും ഈ ഇത് കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്. ഒരു ജയിൽ തന്നെയല്ലേ. മൂത്രയ്ക്കാൻ പറ്റില്ല, തുറ മുട്ടി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പോ ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അതും പറ്റൂല, പുറത്തിറങ്ങാനും പറ്റില്ല. ആ 3 മണിക്കൂർ നമ്മളിട്ട് ഇവരൊരു മെയിൽ സ്റ്റാഫിന്റെ ഒപ്പം വിടുക. ഒരു 5 ഓക്കെ ടൈം പൊക്കോട്ടെ, ഒരു എക്സ്ട്രാ ടൈം കൊടുക്കണ്ട, പോട്ടെ കൊടുക്കണ്ട. അല്ല ഒന്നും വേണ്ട, എക്സാം നിർത്തി ആ പേപ്പർ മേടിച്ചു വെച്ചോ, അങ്ങനെ പോലും കുഴപ്പമില്ല. ഇത് പറഞ്ഞപ്പോൾ നമ്മള് ക്ലാസ്സിൽ നമ്മളൊരു സീനിയർ ഉണ്ട് കേട്ടോ. ആ സീനിയർ എന്താ പറയുക, ഇത് പെട്ടെന്ന് ഇങ്ങനെ അന്നേരം പോണ്ടെന്ന് തന്നെ പറഞ്ഞു. ഈ മിസ്സിന് വിടുന്നുണ്ട്, പക്ഷെ ആ മിസ്സിന്റെ ഹയർ ഉള്ളവര് വിടൂല. അപ്പോ എന്താ പറയുക, ഇവ അവസാനം എന്ത് ചെയ്ത് ഈ പോയ പോലെ പേപ്പർ വെച്ച് അവ ഇറങ്ങി അങ്ങ് പോയി. ആരെയും നോക്കില്ല, അവ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ കയറ്റിയൊന്നുമില്ല. ഞാൻ ആലോചിച്ച് നോക്കാം, ആ കുട്ടിക്ക് ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ല. അത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇവരുടെ വിചാരം ഇവനത് പിടിച്ചിരിക്കട്ടെ, എക്സാം എഴുതട്ടെ. പക്ഷെ അവിടെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി പ്രശ്നം വരുന്നുണ്ട്. അതൊരു പെണ്ണിനാണെങ്കിൽ ഇവർ അങ്ങനെയല്ല, പീരീഡ്സ് ആണോ അങ്ങനെയാണ്. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറയും സീക്രട്ട് ആയിരുന്നെങ്കിൽ പറയാം ഓക്കെ ഓക്കെ. പക്ഷെ അപ്പൊ തന്നെ വിളിച്ചുകൊണ്ടോ വലിയ സീക്രസിയിൽ കൊണ്ടുപോയി പോകും. നമ്മളിതിവിടെ പറഞ്ഞൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്താ, ഇവര് വേറെ ഇതിലോട്ട് കൊണ്ടുപോകും. ഓ നമ്മള് ഫെമിനിസ്റ്റ്, നമ്മളുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത് എന്ന് ഓർക്കണം. നമ്മള് ഫെമിനിസ്റ്റിനെതിരാ, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഫെമിനിസ്റ്റിനെതിരാണ്, അത് പച്ചക്കന്നെ പറയാം, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മള് ഒരു പൊരുള് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ സ്റ്റാഫുകളുടെ കാര്യം അവരൊരു 10 എന്താ പറയുക ഒരു അരമണിക്കൂറോ 1.5 മണിക്കൂർ വേറൊരാൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണേ പോയി ചെയ്യാം. അവർക്കും ഇറങ്ങാൻ പാടില്ല, അവിടെ നിൽക്കണം. അതെന്താ പറ്റാത്ത? ഇപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് പണ്ട് അമൽ ജ്യോതി പോയൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ അമൽ ജ്യോതി പോയിട്ട് തിരിച്ചൊരു ട്രെയിനിലൊരു യാത്ര ഉണ്ടായിരുന്നു. ട്രെയിനില് അമൽ ജ്യോതി പോകുമ്പോഴുള്ള ഒരു യാത്ര, തിരിച്ചു വരുമ്പോ നമ്മള് ജനറൽ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ജനറലിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. അതായത് എല്ലാ ബോഗിയും നമുക്കുണ്ട്. നമുക്ക് പറയാം ഇത്രയും ബോഗിയില്ലേ, എവിടെയൊക്കെ സീറ്റ് ഉണ്ടാവും വിചാരിക്കും. ഇതന്നെ എല്ലാവരും വിചാരിച്ച ഇതിലൊരു ബോഗിയിൽ കയറും. അവിടെ ആണെങ്കിൽ ഇതുപോലെ കുറെ ബംഗാളിമാര് ഭായിമാര് നിലത്തിരുന്ന് മൊബൈൽ കളിക്കുന്നു. അവിടെ അത് മൊത്തം ചിലരൊക്കെ തൊട്ടിലൊക്കെ കെട്ടിന് നടുവില്, അമ്മാതിരി ഇതാ. അപ്പൊ നമ്മള് കയറി നോക്കുമ്പോൾ എവിടെയും സീറ്റില്ല, എല്ലാവരും തിക്കി തിരങ്ങിയിരിക്കുക. ആകെ സ്ഥലം, മിക്ക സമയത്ത് ആകെ സ്ഥലം ഉണ്ടാവുക പറഞ്ഞാൽ ബാത്റൂമിന്റെ അവിടെ. ആ ബാത്റൂമിന്റെ അവിടെ ഉള്ള ആ സ്പോട്ട്, അത് ഒരു പ്രാവശ്യം പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കൂല. നമ്മൾ എന്നിട്ട് ഒരു ഗതിയില്ലാണ്ട് നമ്മളവിടെ പോയി നിന്ന് എന്നേക്കൊരു മണം എന്താ, ഇപ്പോൾ ആലോചിക്കാൻ വയ്യ. തമാശ ഒന്നല്ല, ഇത്രയും തിരക്കാണ്. ഇതൊരു ചെറിയ ചെക്കൻ, കുറച്ച് കഴിഞ്ഞപ്പോ കയറിയതോനെ, ചെറിയ ചെക്കൻ ആദ്യം ഒന്ന് കേറിപ്പോയി, എന്നിട്ട് ഇറങ്ങിപ്പോയി. നല്ല തിരക്കുണ്ട് അതിൻ്റെ അവിടെ കൂടെ. പിന്നെ അത് തിരിച്ച് ടോയ്ലറ്റിൽ പോകുന്നത്. പിന്നെ അറിയാം അവിടെ ഒരു നിർത്താം. അങ്ങനെ സെല്യൂട്ടെല്ലാം വന്നിട്ട് സംഭവം ഇത്രയും തിരക്കാണ്, അല്ലേ തന്നെ മണം സഹിക്കാൻ വയ്യ, അങ്ങനായിട്ട് ഇരിക്കുക. അപ്പളാ ഇവൻ വന്നിട്ട് എനിക്ക് തൂറ്റല്. ഇവൻ വന്നിട്ട് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ചേട്ടാ ഒന്ന് മാറുമോ, ഉള്ളി കയറുന്നത്. ഓക്കെ ഉള്ളി കയറി തിരിച്ചു വന്നോ, ഇപ്പം പോയല്ലോ. മണം കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടാ ഒരു പിന്നെ വരുന്നത്, പിന്നെയും പോയിട്ട് 4-5 വർഷം പോയി നിറച്ചത്. നാറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ മണാണ് അതിന്റെ മോളിൽ കൂടെ ഇത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ചങ്ങായി വന്നിട്ട് അയാൾക്കൊരു മോളുണ്ട്. അപ്പൊ ഒന്ന് മാറി വെച്ച്, അത് മാറി കൈ കാണിക്കാൻ പറഞ്ഞു. കൈ കാണിച്ചു, അതിലൊക്കെ മറ്റേ സാനിറ്റൈസർ അടിച്ച്, ഭയങ്കര സാനിറ്റൈസർ, മൊത്തം ട്രെയിനിൽ മൊത്തം സാനിറ്റൈസർ അടിക്കുന്നു. എന്നിട്ട് ബാത്റൂം പറഞ്ഞിട്ട് അതിന് 1/2 മണിക്കൂർ ഈ ബാത്റൂം നിറച്ച് സാനിറ്റൈസർ അടിക്കുക. 1/2 മണിക്കൂർ അപ്പുറത്ത് ഇപ്പൊ മോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടിരിക്കുക. അയാൾ ഫുള്ള് സാനിറ്റൈസർ അടിച്ച് കളിക്കുക. 1/2 മണിക്കൂർ ആയിട്ട് മോളെ ഉള്ളി കയറ്റി സംഭവം പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മണത്തിന്റെ പീക്കിലെത്തിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പണ്ട് ഒരു വയസ്സായ ഒരാളുണ്ട് വന്നിട്ട്, നമ്മളിത് ഇങ്ങനെ സഹിച്ചിരിക്കുക. അപ്പളാ മോനൊന്ന് മാറി, ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാറിയിട്ട് അല്ല നമുക്ക് വേറെ സ്ഥലത്ത് തല നിന്ന് അയാൾ ഈ ബാത്റൂമിന്റെ അവിടെ പോയി നിൽക്കണ്, തലതായത്ത് ഇങ്ങനെ ഇരിക്കണ്. ആവാസല്ല കുറെ കഴിഞ്ഞപ്പോ ഇയാള് ഈ മണവും ആസ്വദിച്ച് അങ്ങനെ ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങണേ. അവിടേക്ക് അയാൾക്ക് അത്ര അവിടെ വലിയ സ്ഥലമുണ്ട്. അയാൾ ഇവിടെ വന്ന് ഈ മണത്തിന്റെ അവിടെ വന്ന് നിന്നിട്ട് മണത്തിന്റെ പീക്കുള്ള സ്ഥലത്ത്, അതായത്
തന്നെ ഡോറിന്റെ ഫ്രണ്ടിൽ മണം വരുന്ന എന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കണ അയാള്. അയാളൊരു നടനാണ്, അയാൾക്കൊരു അവാർഡ് കൊടുക്കണം. എന്താ അയാൾ എന്തിനാ അയാളോട് നിൽക്കണം മനസ്സിലായില്ല. വാട്സപ്പിൽ പണ്ട് അറക്കൽ തറവാട് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. പണ്ട് വാട്സപ്പ് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു 2018 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അവരെ പീക്ക്. അറക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ അന്നത്തെ ഡോണായിരുന്നു. അവരെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ എന്താ പറയുക, ഓരോ ആൾക്കാർ ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മളെന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ഓക്കെ തിരിച്ചത് സ്റ്റിക്കർ ഇടും. അവർ പറയും പോകുമ്പോഴില്ല, അവർ പറയും ഞങ്ങൾ അറക്കൽ തറവാടിൽ നിന്നാണ് തൊട്ട് കളിക്കണ്ട പറയാം. നമ്മൾ എന്ത് അറക്കൽ തറവാട് പോടാവുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തീർന്ന്. പിന്നെ അവര് ഒരു ഇതെടുക്കും, എന്താ പറയുക, ബോംബുകളൊക്കെ എടുത്ത്. അതായത് ഇവരെ ഗ്രൂപ്പിൽ നിന്ന് കുറേ ആൾക്കാരാണ് ജോയിൻ ചെയ്യും. ഉണ്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് അറിയില്ല. കുറേ ആൾക്കാർ അറക്കൽ തറവാടിൽ നിന്നാണ് കയറും. എന്നിട്ട് കുറേ ബോംബുണ്ട്. ബോംബ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇത് എന്താ പറയുക, ഒരു 999.99 അത്രയും വലിയ ലെങ്ത് ഉള്ള ഒരു എന്താണ് ഓഡിയോ ക്ലിപ്പ്. നമ്മൾ 5 സെക്കൻഡ് ഉണ്ടാവുള്ളൂ, പക്ഷെ എന്താ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അത്രയും ലെങ്ത്തുള്ള ഒരു കുറേ ഓഡിയോ ക്ലിപ്സ്. മൊത്തം തെറിപ്പാട്ട്. തെറി എന്ന് പറഞ്ഞാൽ മറ്റേ ട്രിവാൻഡ്രംകാർ തെറി വരില്ല, അങ്ങനത്തെ സാധനം മറ്റുള്ള തെറി വിളികൾ കുറേ എണ്ണം അങ്ങനെ കിട്ടും. എന്നിട്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആയി പോകും. ആ ഗ്രൂപ്പിനെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്ന ഒരു ടീം അറക്കൽ തറവാട്. നീ ഇപ്പോൾ ഈ വാട്സപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ സ്കാമുകളുടെ ഒരു കാര്യം ഓർമ്മ. ഈ സ്കാമുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫുള്ളി സ്കാം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം എടുത്ത് വിചാരിച്ചോ, ഇൻസ്റ്റാഗ്രാമിലാണ് മെയിൻ അതിൻ്റെ ആഡ് തന്നെ തുടങ്ങുന്നത്. ടൈപ്പിംഗ് വർക്ക് അവൈലബിൾ, ടൈപ്പിംഗ് ജോബ് അവൈലബിൾ, ഡാറ്റ എൻട്രി ജോബ് അവൈലബിൾ. ആരെങ്കിലും ഇപ്പോൾ ഒരു സൈഡായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ ഒരു താല്പര്യമുള്ള ഏതൊരു കുട്ടികൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോകും. ഞാനും അപ്ലൈ ചെയ്തു. അന്നേരം ചുമ്മാ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാ. പിന്നെ ഒരു നിങ്ങൾ ഹായ് എന്ന് കുറേ മെസ്സേജ് വന്നു. എനിക്കിത് ആരെന്താണെന്ന് അറിയും. ഇപ്പം പെട്ടെന്നൊരു ടൈപ്പിംഗ് ജോബാണ്. ഞാൻ അപ്ലൈ ചെയ്ത ഏതോ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇതാന്നില്ല, വേറെ ഏതൊരു കമ്പനി നിൽക്കും ഇങ്ങോട്ട് മെസ്സേജ് വന്നോ, ഇന്ന പോലെ ആളാണ്, ടൈപ്പിംഗ് ജോബാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞ് ബ്ലാ പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ 1499 റുപ്പീസ് ഒരു രജിസ്ട്രേഷൻ ഫീ ആണ്. ഇനീഷ്യലി കുറച്ച് ബട്ട് ദാറ്റ്സ് റീഫണ്ടബിൾ. ഓക്കെ ശരി. അപ്പോൾ ഞാനാ ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, 1490 രൂപ എൻ്റെ ഇപ്പം എനിക്ക് ആ പണിക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അതായത് ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പം എനിക്ക് ഇത്ര പൈസ എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റുന്നുണ്ട്, എനിക്കത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിനെ ടൈപ്പ് ചെയ്ത് കേട്ടോ, അപ്പോൾ ഇത് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പൈസ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലിക്ക് എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞു. പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റുമാണ്, അതേപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഇത്രയും എമൗണ്ട് കയ്യിലെടുക്കാനില്ല. സോ ഡു വൺ തിങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ എമൗണ്ട് ഇപ്പോൾ നിങ്ങൾ ഇനീഷ്യലായിട്ടൊന്ന് അടക്കി പറഞ്ഞു. ഈ സാലറി ഇടുമ്പോൾ ഞാനൊരു 100 200 കൂട്ടി ആ അങ്ങോട്ട് തിരിച്ചു തരാൻ പറഞ്ഞു. പിന്നെ അതൊരു അഡ്രസ് ഇല്ല, ഇവന് ബുദ്ധിയുണ്ട്. പിന്നെ അഡ്രസ് ഇല്ല, പോയി. പിന്നെ ഞാൻ കുറെ മെസ്സേജ്, ഞാൻ ഹലോ ഞാൻ ഒന്ന് നോക്കും, എന്റെ ഒന്ന് പരിഗണിക്കൂ. ഒരുപാട് അയച്ച് അപ്പൊ തന്നെ പേര് മാറ്റി. അന്റെ പേര് ഇപ്പൊ എന്താണ് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇവന് ഇവരുണ്ടെന്നുള്ള രീതിയിൽ സാധനം ഇട്ട് ഇന്റലിജന്റ് ബ്രാക്കറ്റില് അതിട്ടവര് നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതുപോലത്തെ കുറെ സ്കാം നടത്തുന്നുണ്ട്. എല്ലാത്തിലും പൊതുവെ നമ്മൾ കാണുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ആദ്യം ഇവരിങ്ങനെ വിശദീകരിക്കും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ. അതായത് നമുക്ക് 1000 കിട്ടും, 2000 കിട്ടും, ഒന്നുമില്ല ഞങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ കുറെ റിവ്യൂ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവം ഇതാക്കും. ചിലതിലൊക്കെ ചിലപ്പോൾ അവർ കുറച്ചൊക്കെ ഫസ്റ്റ് ഇനീഷ്യലി തരും. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സംഭവം, ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ഇനീഷ്യലി ഇത്ര പൈസ തരാമെന്ന് പറയും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം എന്തോ ഉടായ്പുണ്ടെന്ന്. കാരണം അവർക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് ആ സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ശമ്പളം എന്തായാലും കിട്ടുമല്ലോ, ആ ശമ്പളത്തിൽ നിന്ന് കുറച്ചാൽ പോരെ. അതേ ഒന്നും വേണ്ട, അവർക്ക് ഇങ്ങനെ ഇത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 500 രൂപ കിട്ടും, അത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ തരാണ്ട്, അതുകൊണ്ട് അതൊരു 100 രൂപ നമ്മൾ വെച്ച് പിടിക്കും. അത് എത്ര സുഖമായപ്പാടാ. നമുക്ക് നഷ്ടമില്ല, അവർക്ക് നഷ്ടമില്ല, അവർക്ക് ലാഭം, നമുക്ക് കുറച്ച് ഇൻകം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നത്. ഇത് റീഫണ്ടബിളാന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഇതേപോലത്തെ പല കണക്കിന് സ്കാമുകൾ വാട്സപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി. ഈ പ്രാവശ്യം മറ്റേ സ്റ്റോറി റൈറ്റിങ്ങിന്റെ കണ്ടന്റ് എഴുതും, അല്ലെങ്കിൽ സ്റ്റോറി ഒരു സംഭവം തരും, അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും എഴുതി പ്രോംപ്റ്റ് ചെയ്യേ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ. രജിസ്ട്രേഷൻ ഫീ എത്ര 2000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് PDF എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ വന്നു, അതായത് മറ്റേതോ ഒരു PDF വന്ന് അത് വേടിക്കാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ പോട്ടെ, ഞാൻ ട്രൈ ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് ഇരുന്ന് ഒരു 3 മണിക്കൂർ ഞാൻ അതിലിരുന്ന് ഇങ്ങനെ കിട്ടിയാലോ, ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ
വേർഡിലെല്ലാം ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തു. വേർഡാക്കി കൊടുത്തപ്പോൾ ഒരു ലിസ്റ്റിംഗ് വന്നു, ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ഫുൾ A to Z വരെ ഡീറ്റെയിൽസ് വന്നു. അതിന്റെ അടിയിൽ 2000 rupees രജിസ്ട്രേഷൻ, ബട്ട് ഇറ്റ്സ് റീഫണ്ടബിൾ. അതായത് രജിസ്ട്രേഷൻ ചെയ്ത ഉടനെ നിൽക്കുന്നത് 10,000 സംതിങ് കിട്ടുന്നു. അപ്പോഴേ മനസ്സിലായി ഇത് പോക്കാണ്. ഇത്രയും മറ്റേ പല്ലവിനെ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ പൈസ ഇപ്പം നിങ്ങൾ എടുക്ക്, എനിക്ക് കിട്ടുമ്പോൾ ഞാൻ 2000 കൂട്ടി നിങ്ങൾക്ക് തരാം, പ്രശ്നമില്ല പറഞ്ഞു. ഒരു അഡ്രസ്സും ഇല്ല. ഇതിലുള്ളൊരു സ്കാമാണ് കോളിങ്. പെട്ടെന്നൊരു കോൾ വരും, ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വരും. ഈ കോള് വന്നിട്ട് ഇവര് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫുള്ളും ബ്ലോക്കായി, ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഒന്നാമർത്ത്. എന്തിനാ അതിന്റെ ആവശ്യം? ആപ്പാടും ബാങ്ക് അക്കൗണ്ട് 10-2 രൂപ വേണ്ടെങ്കിൽ രണ്ടമർത്തു, എന്താ പറഞ്ഞാലും പൈസ പോയി നമ്മള്. ആകെ 2-3 രൂപ അവര് കൊണ്ടുവച്ചത് കൊണ്ടുപോട്ടെ. ഇത് ചവറ് പോലെ സ്കാം ഉണ്ട് ഇപ്പോ. കുറെ തന്നെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് പറയാൻ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഡീറ്റെയിൽസ് പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ, അതാണ് മെയിൻ സംഭവം. അത് നമ്മൾ ഒന്നിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തിൽ നമുക്ക് എന്താ നമ്മൾ ചെറിയൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ജോബിന് നമ്മൾ അപ്ലൈ ചെയ്ത് വിചാരിച്ചു, ഏതെങ്കിലും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഈ ഡാറ്റ പിന്നെ അവരെല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്. ഇതൊരു വലിയൊരു മാർക്കറ്റ് പോലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ്, എല്ലാവരുടെ അടുത്തും ഈ സാധനം കിട്ടും. പിന്നെ അവിടുന്ന് കോളി ഇവിടുന്ന് കോളി എല്ലായിടത്തും കോളി. ഞാൻ രേഖ ഫ്രം മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഈ ഡാറ്റയ്ക്ക് അത്രയും വില ഉണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നതിന്. കാരണം ഇവരൊക്കെ തന്നിൽ പറഞ്ഞതൊക്കെ പൊട്ടൻഷ്യലി സ്കാം ചെയ്യപ്പെടാനുള്ള ആൾക്കാരാണ്. കാരണം ഇവർക്കൊക്കെ പൈസക്ക് ആവശ്യമാണ്. സ്ക്വിഡ് ഗെയിമിൽ പറയണ പോലെ ഇവരൊക്കെ സ്ക്വിഡ് ഗെയിമിൽ അവർ വിളിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ നോ പ്രസ് ചെയ്യാണ്ട് ഇപ്പോൾ യെസ് പ്രസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത് കഴിഞ്ഞാൽ വേറെ ജീവിതമില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് പൈസ അത്ര അത്യാവശ്യം എന്ന് പറയുന്ന കുറെ ആൾക്കാർ അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരൊക്കെ മെസ്സേജ് മുതലാക്കുകയാണ് നമ്മളെ പ്രശ്നം. ഇനി സ്കാമിലെ നമ്മളൊരു കോമഡി ഉള്ള സംഭവം ഉണ്ടായി. ഞാൻ പണ്ട് S2 തുടങ്ങി നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അന്നേരം ഇവൻ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു, ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു. ഇവൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ പോയി കുറെ റിസർച്ച് കാര്യങ്ങൾ നടത്തൂല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കോളിങ് വന്ന്, ആയിരിക്കും അവനൊരു കോള് വന്ന്, ഇവൻ കോൾ എടുത്ത് അന്നേരം പറഞ്ഞ് നിങ്ങൾ ബ്ലഡ് തന്നാൽ എന്തോ പ്രശ്നമുണ്ട്, ഹോസ്പിറ്റൽ വരെ വരണം പറഞ്ഞു. ചെക്കനും ഒറ്റയ്ക്ക് വിടണ്ട വിചാരിച്ചു. ഞാനും ഒപ്പം പോയി ബസ്സിൽ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയി. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിളിച്ച് ഇവന് ഈ പോകുന്ന വഴിയിലൊക്കെ ഇവൻ ഒരു ഈ ചെക്കൻ പറയുമ്പോ പോകുന്ന വഴിയിൽ ഇവൻ എനിക്ക് മറ്റേ ട്യൂബർകുലോസിസ് ആവും, ബ്രെയിൻ ട്യൂമർ, എനിക്ക് ക്യാൻസർ എങ്ങനെയും ആവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. പോയി ഡോക്ടറിനെ വിളിച്ചോണ്ടേ എനിക്കിത് എന്താ ഇപ്പൊ സംഭവം റൂമിലുള്ളവരും വേണം ചെക്കൻ എന്ത് പറ്റി എനിക്ക് സംഭവം എത്തിയിട്ടില്ലല്ലോ. ഇവൻ പോയി ഇങ്ങനെ വന്ന് ബ്രോ സംഭവം സിഫിലിസ് ആണെന്ന് പറഞ്ഞു. സിഫിലിസ് എനിക്ക് പെട്ടെന്ന് എന്താന്ന് കത്തിയില്ല. അങ്ങനെ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തു എയ്ഡ്സിന്റെ എന്തോ എയ്ഡ്സിന്റെ വേറൊരു ഇത് തന്നെ പറയാം, ആ രോഗമാണ്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടി സിഫിലിസ് എന്താണ്, STD ആണ്. അന്നേരം ഇവൻ ഇതാണെന്ന് എന്നിട്ട് ഇവനോട് ചോദിച്ച ചോദ്യങ്ങളാണ് അവരെ, ഞങ്ങൾ സെക്ഷലി എന്താ ഇന്റർ കണക്ട് ആയിരുന്നു ആ പ്രായത്തില് ഇല്ല പറഞ്ഞു. മാസ്റ്റർബേഷൻ ഉണ്ടോ ചോദിച്ചു, മാസ്റ്റർബേഷൻ അവനൊപ്പം ഉണ്ട് പറഞ്ഞു. ഡോക്ടറോട് സത്യം പറയണോ, ഡോക്ടറോട് വക്കീലിനോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഡോക്ടറോട് വക്കീലിനോട് സത്യം പറയണോ, ആര് സംഭവം സത്യം പറഞ്ഞു. ഇതൊക്കെ ഇവന്റെ പച്ചക്കറി മാണം വിടലുണ്ട് വെച്ച് ഉണ്ട് വല്ലപ്പോഴും അന്നേരം മറ്റേ റിലേഷൻഷിപ്പിൽ എല്ലാം ഉണ്ടോ ഇല്ല പറഞ്ഞു. അപ്പൊ ഇവര് കൊറേ ടെസ്റ്റിനാണ്, HIV ടെസ്റ്റ്, AIDS ടെസ്റ്റ്, ഇത് നിനക്കറിയാലോ അതിനകത്ത് നല്ല പൈസ വരും, നല്ല പൈസ വരും. ഒരുപാട് ഇവൻ ആകപ്പാടൊക്കെ ഡൗൺ. നീ ആലോചിച്ചു ഇവന്റെ മാനസികാവസ്ഥ ആലോചിക്കണം. ആ സമയത്ത് ഇത് ഒന്നും ചെയ്തില്ല. അവൻ പറഞ്ഞ മാതിരി ഇടക്ക് വാണം വിടും, അല്ലെങ്കിൽ എന്താണ് ഇവനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല. പിന്നെ എവിടുന്ന് ഈ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വന്നു ഇവന്റെ പാരന്റ്സിന് ഇവിടെ ആർക്കും ഇല്ല. ഇത് എവിടുന്ന വന്ന് ഇവ അങ്ങനെ ആലോചിക്കും ഏത് ഇതിന് പറഞ്ഞ ഓൾ പോസിബിൾ സൊല്യൂഷൻസ്. മാത്സിന്റെ ഇതൊക്കെ വരില്ലേ, മാത്സിന് ഇതൊക്കെ വരുന്ന പോലെ മൊത്തം ആലോചിക്കുന്നത് ഇപ്പൊ എവിടുന്നാണ് ഇപ്പൊ ഈ സിഫിലിസ് വന്നത്. ഇവൻ ആ കൺഫ്യൂഷനായി. പെട്ടെന്ന് പോകുന്നവ എനിക്ക് സിഫിലിസ് വന്നു ആ ഒരു അവസ്ഥയിലിരുന്നത്. ഒരുപാട് ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അന്നത്തെ ദിവസം ഫുള്ളും പോയി തന്നെ വേണേ പറയാം. പൈസ ഒരുപാട് പോയി, എല്ലാം പോയി. നമ്മള് പിറ്റേ ദിവസം വന്ന പിറ്റേ ദിവസം എനിക്ക് വേറെ അവിടെ തൃശ്ശൂർ ചെറിയ പരിപാടി, അന്നേരം നീ നോക്കുവോ പറഞ്ഞു. ഓക്കെ അവൻ നോക്കാ പറഞ്ഞു. അങ്ങനെ അവനെ പറഞ്ഞു ഞാൻ എന്റെ പരിപാടിക്ക് പോയി. ഞാൻ പോവാൻ നേരത്തെ അവനെ കണ്ട്
അവനെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അന്നേരം അവൻ പറയാണ്, മറ്റേ അവളെ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അത്രേ, ബ്ലഡ് മാറിപ്പോയതാ മോനെ. എന്റെ മോനെ എനിക്ക് അന്നേരം വന്നൊരു ദേഷ്യമുണ്ട്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ വേണേ പോയി ചോദിക്കരുത് പ്രശ്നം, അവര് പൈസ അവർ നഷ്ടപരിഹാരം അവരുടെ ഭാഗത്ത് വന്ന തെറ്റാണ്, തെറ്റ് പറഞ്ഞാൽ ചെറ്റത്തരമാണ്, അവര് ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ പോയി ചോദിക്കണ ചോദിച്ചാൽ അവനോട്. അന്നേരം എടാ വേണ്ട പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ പോയില്ല. അത്രയ്ക്കെന്ന് വെച്ചാൽ അവന്റെ പൈസ പോയി, അവന്റെ ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ, അങ്ങനെ ഏതൊക്കെ രീതിയിലൂടെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാതെ. അങ്ങനെ ആലോചിക്കുക, ഇനി ഞാൻ വാണം വിടില്ല, ഇനി ഞാൻ വാണം വിടില്ല, ഇനി പ്രേമിക്കൂല, ഇനി ഞാൻ പ്രേമിക്കാൻ മാറ്റേ പറഞ്ഞാലേ, ഇനി ഞാൻ വാണം വിടാൻ മാറ്റേ. ഏതൊക്കെ രീതിയിലൂടെ പോയിട്ടുണ്ടാവടാ അമ്മാതിരി അവസ്ഥ അവന്. കാരണം അവന്റെ എച്ചുകൂടി എല്ലാം അറിഞ്ഞ്. അല്ല ബ്ലഡ് മാറിപ്പോയെന്ന് പറയുമ്പോ ശരിക്കും ഒരാളെ ബ്ലഡ് ആയിരുന്നത്, വേറെ ആൾക്ക് ഉണ്ടായിരുന്നത്. ആരാണ് ഇപ്പോഴും മിസ്ത്രിയാണ്, അത് ആരാണെന്ന് ഇപ്പോഴും മിസ്ത്രിയാണ്. അങ്ങനെ ആയിട്ട് കിടക്കുക. വേറെ നമ്മളൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ ഒരു വീഡിയോ കിട്ടി. ഇവനൊരു മറ്റേ ട്രോഫി കിട്ടിയ മാതിരിയാ ഇവന്റെ ഒരു വീഡിയോ കിട്ടി. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ അറപ്പാണ്, പക്ഷെ ഇവനാ എന്തോ ട്രോഫി കിട്ടിയ പോലെ. ഇത് പറഞ്ഞാല് ഒരു വീഡിയോ നമ്മൾ ആ തുടക്കത്തിൽ കാണുമ്പോൾ ഒരു എലി ചത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എലി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ എലി ഇങ്ങനെ മോളിക്കും താഴത്തേക്ക് പോകുന്നുണ്ട്. സംഭവം എന്താ, വേറെ ഒരു എലിനെ കളിച്ച് കൊന്നിട്ടിക്കുക ഒരാൾ ഏതൊരു നാട്ടിലെ ഒരാള് ഭയങ്കര ബ്രൂട്ടലായി ചിന്തിക്കുന്ന ഒരാള് എലിനെ പണിയിട്ട് അല്ലെങ്കിൽ എലിനെ കളിച്ചിട്ട് കൊന്നിട്ടിക്കുക 2 എലിക്കുട്ടികളെ അല്ല എലികളെ. ആ വീഡിയോ ഇവൻ എന്ത് ചെയ്തിക്കുക, വലിയ ട്രോഫി സംഭവം അടിപൊളി. എന്നിട്ട് എല്ലാവരും കാണിച്ചു. വന്നിട്ട് ഹെഡ്സെറ്റ്, അവന്റെ പുതിയ ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് എല്ലാവർക്കും എടാ ഒരു സംഭവം പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാ, എവിടെ ഹെഡ്സെറ്റ് വെച്ചെടുക്കും, എന്നിട്ട് ഈ വീഡിയോ കാണിച്ചെടുക്കും. അപ്പൊ അവര് അയ്യേ ആ എക്സ്പ്രഷൻ കാണുമ്പോൾ ഒരു ഉന്മാതി. ഇവ എന്റെ അടുത്ത് വന്നിട്ട് കേട്ടാ ഹെഡ്സെറ്റ് ഉണ്ട്, സൗണ്ട് ക്ലിക് ക്ലിക് സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് ഇവ എങ്ങനെ ഹെഡ്സെറ്റ് പുറത്ത് കേൾക്കാൻ വേണ്ടിട്ട് ഫുൾ സൗണ്ടിൽ വെച്ചിട്ട് എല്ലാവരും അപ്പുറത്തെ റൂമിൽ പോയിട്ട്, നമ്മുടെ റൂമിലാവേ അപ്പുറത്തെ റൂമിൽ പോയിട്ട് അപ്പുറത്തെ റൂമിൽ എല്ലാവരോടും വേറെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് വെച്ചെടുക്കും, ഒന്ന് സ്പീക്കറിൽ വെച്ചെടുത്ത് പോരാ, അവർക്ക് ഇതിൽ തന്നെ വെച്ചെടുക്കണം. എന്തിട്ട് ഹെഡ്സെറ്റിൽ പുതിയ അവന്റെ ബോട്ടിന്റെ ഹെഡ്സെറ്റിൽ തന്നെ വെച്ചെടുക്കണം എല്ലാവർക്കും. ഈ സാധനം ഇങ്ങനെ അതിലും വലുത് കാണിച്ചു കൊടുത്ത് നിർത്തി. പക്ഷെ എന്നാലും ഓനക്ക് ഇത് കിട്ടിയപ്പോഴേ ആ ഒരു പ്ലഷർ കിട്ടിയപ്പോൾ ഡോപ്പമീൻ കിട്ടിയപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്തോ ഒരു ട്രോഫി കിട്ടിയ മാതിരി. അതേപോലെ ഇവന്റെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ, അതായത് കോളേജിൽ മിനി പ്രോജക്റ്റിന്റെ ഡേറ്റ് വന്നു. കോളേജിൽ മിനി പ്രോജക്റ്റിന്റെ ഡേറ്റ് വന്ന് എല്ലാവരോടും മിനി പ്രോജക്റ്റിന്റെ ഐഡിയ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ഐഡിയ ഒക്കെ സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് കൂട്ടുകാരോട് ചോദിച്ചു, ഇവനോട് ചോദിച്ചു എടാ നിന്റെ ഐഡിയ എന്താ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഞാൻ പറയാം, നീ ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഞാൻ ചോദിച്ചു വലിയ എന്തോ ഐഡിയ പറയാൻ വരികയാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താ എൻ്റെ ഐഡിയ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ബസ് ട്രാക്കറാ. ബസ് ട്രാക്കർ പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ അവിടെ കയറ്റാം. അവൻ പറഞ്ഞില്ല കേരളത്തിൽ അങ്ങനെ ബസ് ട്രാക്കേഴ്സ് ഒന്നും ഇല്ല. അപ്പം ഓക്കെ ഇതിന് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ബസ്സിലും എന്ത് വെക്കും, ഇവരൊരു സാധനം ഘടിപ്പിക്കും. അതായത് ഈ ട്രാക്ക് ചെയ്യുന്ന ഒരു സാധനം ഘടിപ്പിക്കും. അപ്പം അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് നമ്മൾ സോളാറിൻ്റെ ഇത് വെക്കും. അപ്പം സോളാർ വരുമ്പോൾ പൈസ പോകില്ല പറഞ്ഞാൽ അവിടെയാണ് എൻ്റെ ബ്രില്യൻ്റായിട്ടുള്ളത്. പക്ഷേ ഇത് ഐഡിയ സംഭവം പുറത്ത് പോകരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ ഐഡിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ ഒക്കെ അല്ല, നമ്മൾ ഈ ചെറിയ കാൽക്കുലേറ്റർ അതിനുള്ളിൽ ചെറിയ സോളാറിൻ്റെ പാനൽ ഉണ്ടാവില്ലേ, അതുപോലത്തെ കാൽക്കുലേറ്ററുകൾ. അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ പോയിട്ട് ചോദിക്കും ചേട്ടാ ഒരു ചെറിയ മറ്റേ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഈ വീടുകളിലൊക്കെ പോയിട്ട് കഴുങ്ങ് വെട്ടിക്കോട്ടെ ചോദിക്കും. വീട്ടിലെ ബാക്കിലെ കഴുങ്ങുണ്ടാവും, വെട്ടിക്കോട്ടെ ചോദിക്കും ഫുട്ബോളിന് അതിൻ്റെ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ എന്ത് വെച്ചിട്ട് പറഞ്ഞേ വീടുകളിൽ പോയിട്ട് ചോദിക്കും അത്രേ, ചേട്ടാ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ സോളാർ പാനലില്ല, ചെറിയൊരു കഷ്ണം എടുത്തോണ്ട് ചെറിയൊരു കഷ്ണം വെട്ടിക്കൊണ്ട് ചെറിയൊരു കഷ്ണം സോളാറിന് തരും. എന്തിനാ? അപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിനാണ്. എന്തിനാണ്? ഞങ്ങൾ ബസ് ട്രാക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചടാ ഇത് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, ഈ ചിലപ്പോൾ റേഞ്ച് കിട്ടാത്ത പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം പറഞ്ഞു അല്ല ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള, ഞങ്ങൾ ടയറിൻ്റെ മുകളിൽ വെക്കാൻ, ടയറിൻ്റെ മുകളിൽ സോളാർ പാനൽ ആലോചിച്ചപ്പോൾ എൻ്റെ ബുദ്ധി ഇത് പുറത്ത് വിടണ്ടേ. ഞാൻ പറഞ്ഞു ഈ ഐഡിയ പുറത്ത് വിടണ്ട, എൻ്റെ അടുത്ത് തന്നെ വെച്ചോ, ടീച്ചർ എന്തായാലും ഇത് അപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. ഞാൻ ആലോചിച്ചു എല്ലാ വീട്ടിലും പോയിട്ട് കാൽക്കുലേറ്ററൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ സോളാർ പാനൽ എടുത്തിട്ട് ഇവൻ്റെ ഇവിടുന്ന് ഐഡിയ വരുന്നത് മനസ്സിലാവണില്ല. ബില്യനർ ഏതൊരു സംഭവം. ഇതേ ചെക്കൻ തന്നെയാണ് നമ്മളെ റൂമിലൊരു കഥ ഉണ്ട്. എൻ്റെ കഥ പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം രാത്രി
നമ്മളിങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. അപ്പൊ ഞാനും ഈ നമ്മള് രണ്ടാം ബങ്ക് ബെഡിലാണ്. അപ്പൊ ഞാൻ കിടക്കുന്നത് മുകളില്, അവൻ കിടക്കുന്നത് അല്ല ഈ കിടക്കുന്നത് അടിയിൽ. നമ്മളിങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കണ ഞാനൊരു ദിവസം ഒരു മണി എനിക്കത് പനിയായിരുന്നു. അപ്പൊ ഒരു മണി 2 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ എണീച്ച് നോക്കുമ്പോണ്ട് ഒരു റൂമൊക്കെ ചെറുതായിട്ട് വൈബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. റൂം ഒരു വൈബ്രേഷൻ, ഒരു ഉഷ്ണതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇവന്റെ ഭാഗത്തേക്ക് നോക്കി. നമ്മൾ റൂം അടച്ചിട്ട് അപ്പൊ ഇവന്റെ ഭാഗത്തേക്ക് നോക്കി. അവന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ ഒരു കുലുക്കം, ഒരു ചെറിയ കുലുക്കം. മനസ്സിലായില്ല. കണ്ണിങ്ങനെ മിഴിച്ചിട്ട് നല്ലപോലെ നോക്കിയപ്പോ ഉണ്ട് പച്ചക്ക്. അതായത് സംഭവം നമ്മളിപ്പോ അടിച്ചോട്ടെ, അടിക്കുകയാണെങ്കിൽ എന്താ ആൾക്കാരെ അടിക്കുക, പുതപ്പെട്ടില്ല അടിക്കുക. പുതപ്പൊന്നും ഇല്ലാണ്ട് പച്ചക്ക് അടിക്കണ്. അങ്ങനെ കണ്ടു. ഇപ്പം ശരിക്കും ഇപ്പം തന്നെ ആണ് അവൻ എന്താ പറ്റിയത്. അവനെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ റീൽസ് കാണാം. സംഭവം നമ്മൾക്കെല്ലാം കാണാം. ഇത് റീൽസ് തോണ്ടിട്ട് അടിക്കണ്. ഒരേ റീൽസ് കൊണ്ട് മറ്റേതിൽ അടിക്കണ്. എന്തൊക്കെ പോട്ടെ. ഞാൻ കണ്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാനിത് എന്നോട് പറഞ്ഞേ. എന്നോട് സംഭവം പറഞ്ഞാടാ, അങ്ങനെ സംഭവം കണ്ട് രാത്രി. സ്വപ്നമാണോന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞേ, സ്വപ്നമാണോന്ന് അറിയില്ല, സ്വപ്നത്തിൽ കണ്ടോന്ന് അറിയില്ല. എന്തോ ഒരു ആകെ പനിയായിരുന്നു. അപ്പൊ നമ്മളെന്ത് ചെയ്ത് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കി. ഭാഗത്തേക്ക് പോയി നോക്കിയപ്പം മതിലിനോട് ചേർന്നിട്ട് അവൻ്റെ ബെഡ് കിടക്കണത്. ബങ്ക് ബെഡിന്റെ മുകളിലാണ് അവൻ കിടക്കണത്. മതിലും കൊണ്ട് മഞ്ഞ കളർ അടിച്ച് തേച്ച് വെച്ച പോലെ കുറെ മഞ്ഞ കളറ്. ഇപ്പൊ നമ്മുടെ അവന്റെ തൊട്ടയിലൊരു പയ്യൻ കിടക്കുന്നുണ്ട്. അവൻ ഈ കാര്യം എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ വെച്ചിട്ടാ, ഇവൻ ഉറക്കുക സാധനം ബെഡ് കുലുക്കുണ്ട്, കുലുക്കം പോട്ടെ, നമ്മള് തമാശക്ക് പറയുമല്ലേ ഇങ്ങനെ ചെയ്യുന്നല്ലോ. അങ്ങനെ ചാർജർ എന്തോ എടുക്കാൻ നീറ്റതാ. നീക്കുമ്പോ പച്ചക്ക് അല്ല, ഇവൻ പച്ചക്ക് പണിയും കൊണ്ടിരിക്കുന്ന അവിടെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടി ചെക്കങ്ങ് സ്റ്റെക്കായി. അങ്ങനെ ബെഡിൽ കയറി പോച്ചുകൂടി പോയാലങ്ങ് പറയും. പിന്നെ പിറ്റേ സാറ് നിന്റെ വേണ്ട കാര്യം കണക്ട് ആയത്. അപ്പൊ ഞാൻ ഇത് കണ്ടതും ഒരേ ദിവസമാണ് അല്ലേ? അതെ, ഒരേ ദിവസം. തമാശല്ല, ഇവൻ ട്രോമയിലായി. 15 ദിവസം വീട്ടിൽ പോയി. ഓനത് കണ്ടതിന് ശേഷം പേടിച്ച്, ഓനത് കണ്ടതിന് ശേഷം പിന്നെ ഇതായിട്ടില്ല. ഓൻ പിന്നെ ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം ഓനക്കാകെ ട്രോമ വന്നിട്ട് പിന്നെ വീട്ടിൽ പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളോട് ഈ സമയം പറയണത് നമ്മള് പ്രതീക്ഷിക്കില്ല പച്ചക്ക്. ഇത് ആലോചിക്കണം, ഒരാളുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. കിടന്നുറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നമ്മളിങ്ങനെ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇതാക്കുമ്പോ ഒരാളൊരു മറ്റേ ഇതില്ലേ, ആ ചാർജർ ലൈറ്റ് ഉണ്ടാവുമല്ലോ, മറ്റേ പ്ലഗിന്റെ ലൈറ്റ്, ആ ചോപ്പ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഇവങ്ങനെ അതിന്റെ ഒരു നിഴലും ഇതൊക്കെ ആയിട്ട് ഇവങ്ങനെ അടിക്കണമെന്ന് ആലോചിച്ചു. പച്ചക്ക് ഒരു അവസ്ഥ തന്നെ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഇടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥ, ട്രോമ തന്നെയാണത്. പിന്നെ നമ്മളത് നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം എനിക്ക് ഓർമ്മ, അതായത് ഞാൻ ഉറങ്ങിക്കൊണ്ട് ഞാൻ നിരീക്ഷിച്ചോണ്ടിരിക്കുക സ്ഥിരമാണോന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു, ശിവരാ പണി തുടങ്ങി. ഞാൻ ഉറക്കത്തിൽ വിളിച്ചു. അതെ, നിന്നോട് പറഞ്ഞിട്ടോ നിർത്തി. ഓക്കെ പോട്ടെ, ഞാൻ കുറേ നേരം നീ പെട്ടെന്ന് അടി വീട്ടിൽ തുടങ്ങി. കുറച്ച് കഴിയുമ്പോ ഞാൻ അങ്ങനെ നോക്കുമ്പോ പിന്നെ തുടങ്ങി. എന്നോട് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇത് സ്ഥിരമാണ്. പിന്നെ പറഞ്ഞാൽ ഇവന്റെ ഈ തുള്ളികളുടെ എണ്ണം കൂടുതൽ തുടങ്ങി. അതായത് ഈ തുള്ളി അടിച്ചിട്ടിട്ട് അടിയിലേക്ക് ഒഴുകുന്നുണ്ട് തുള്ളികൾ ഓരോന്നോരോന്നായിട്ട്. മഞ്ഞ കളർ തുള്ളി. അതെന്താ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അത് പ്രത്യേക തരം എന്തോ രോഗമാണെന്ന് മനസ്സിലായില്ല. മഞ്ഞ കളറിലാണ് അവന്റെ വരിക. ഇവന്റെ മഞ്ഞ കളറിലാണ് സാധനം. എന്താ സംഭവം നിങ്ങൾക്ക് നമുക്ക് അറിയില്ല. അതിന്റെ എന്തെങ്കിലും പ്രശ്നം എന്തല്ല അതിലായിക്കോട്ടെ. സംഭവം എന്തായാലും ഇവന്റെ മതിലും അടിച്ചിട്ട്, മതിൽ വെള്ള കളറാ. വെള്ളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മഞ്ഞ കളറായതുകൊണ്ട് ഈ ഓരോ തുള്ളിയായിട്ട് അടിയിലേക്ക് ഇറങ്ങുക. അപ്പൊ ഒന്നുമല്ല, അടി കടക്കുന്നതിനെ സമ്മതിക്കണം. ഇവങ്ങനെ രാവിലെ ഓരോ ദിവസം ഇടിച്ച് നമ്മൾ തുള്ളിയുടെ എണ്ണം കൂടി വരുന്നത്. ഇവർക്ക് ആകെ ഡൗട്ട് അടിക്കൽ തുടങ്ങി. അങ്ങനെ ഇത് ഏകദേശം നമ്മളിത് റൂമിൽ ചർച്ചയായി, ഏകദേശം ടോക്കായി. അപ്പൊ തന്നെ ഇവൻ പറഞ്ഞ് എടാ തുള്ളി. അപ്പൊ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഈ അടിച്ച ചെക്കനൊരു ഡൗട്ട് അടിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞ് എടാ സംഭവം നേരത്തെ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ ഉള്ളതാവും, നമുക്ക് തോന്നിയതാവും എന്ന് വിചാരിച്ചു. അപ്പോൾ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്തു, അപ്പുറത്തെ റൂമിൽ നമ്മൾ മുമ്പ് കിടന്നിരുന്ന റൂമുണ്ട്. ആ റൂമിലൊന്ന് പോയി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ഇവൻ തന്നെ പണ്ട് കിടന്നിരുന്ന റൂമിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ആ റൂമിൽ പോയപ്പോൾ ഉണ്ട് സെയിം കളറിൽ മതിലും അടിച്ചു വെച്ചിട്ടുണ്ട്. പ്ലസ് അവന്റെ ഐഡന്റിറ്റി വരെ ഉണ്ടായിരുന്നു. അതിൽ അവന്റെ പേര് എഴുതി വെച്ചിരിക്കണം അവിടെ. അതിൽ തന്നെ ഇതെന്തത് ഇവത് സ്ഥിരമാണെന്ന് അപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ മതിലുമുള്ള പരിപാടിയൊക്കെ നിർത്തി. പിന്നെ മുകളിലേക്കായി. പിന്നെ സീലിംഗ് അങ്ങനെ ഓരോ തുള്ളി വരില്ല. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ അത്രയും ദൂരം എത്തുന്നത്. അതൊരു കഴിവാണ്, അതൊരു വല്ലാത്തൊരു കഴിവാണ്.
ഇവൻ മറ്റേ അവിടെ ഫോഴ്സ് വല്ലതും വയ്ക്കും. ഒരു സംഭവമാണ് നമ്മള് മൊബൈല് പത്തിട്ട് പഠിക്കുമ്പോ ഞാനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കേട്ടാ. നമുക്ക് ചുമ്മാ ഫണ്ണ്, എല്ലാം ഫണ്ണാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി ഉണ്ട്, വലിയ ജാടയാ. ജാട പറഞ്ഞാൽ അമ്മമാര് ജാട ഇട്ട് നടക്കും എല്ലാവരും അടുത്തും. നമ്മളോടെല്ലാം വലിയ കാര്യത്തില്ല. കാരണം നമ്മള് ഇടയ്ക്ക് പോയിട്ട് ജസ്റ്റ് താമസിക്ക് പോലെന്ന് പറയാം, അവർക്ക് വെറുപ്പിക്കലായിട്ടാ തോന്നുന്നത്, എന്താണെന്നറിയില്ല. നമ്മള് പിന്നെ വിട്ട് ഭയങ്കര ജാടയാണ്. ജാട പറഞ്ഞ അമ്മമാര് ജാടയാ. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കേ, അവൾക്ക് ആളുണ്ട്, ചെക്കനുണ്ട്. ചെക്കൻ പറയുന്ന അവളെ മൊബൈല് പത്തിലേറ്റ ചെക്കൻ +1+2 ആ. നമ്മള് അന്നേരം ഇവര് പെട്ടെന്ന് സംസാരിക്കുന്നത്, നമ്മളാണ് പെട്ടെന്ന് ലേറ്റ് ഓടി. നമ്മൾ ആ ചെക്കന് പിന്നാലെ ഓടി, ഐഡി കാർഡ് നോക്കി, പേര് കിട്ടി, ഓക്കെ ബായി പറഞ്ഞു പോയി. നമ്മൾ എന്ത് ചെയ്ത് കാടെ പോയി കുറച്ച് ബലൂൺ അങ്ങ് വാങ്ങി. ബലൂൺ, ഈ ബലൂൺ വാങ്ങിയിട്ട് എന്താ നമ്മളാ വീട്ടിന്റെ അവിടെ പോയി. വീട്ടിന്റെ അവിടെ മതിലിന്റെ ഇപ്പുറത്തിരുന്ന് അങ്ങനെ ഊതി ബലൂൺ ഊതി വീർപ്പിച്ച് അവളുടെ പേര് ചെക്കന്റെ പേര് ഞാനങ്ങനെ സെറ്റാക്കി വീട്ടിക്ക് ഇങ്ങനെ പറത്തി വിട്ട്. ഓരോന്നോരോന്നായി ഇങ്ങനെ പറത്തി വിട്ട്, എന്തെങ്കിലൊക്കെ ആവട്ടെ വിചാരിച്ചു. നമ്മളിങ്ങനെ പറത്തി വിട്ട് കുറെ പേരും പറത്തി വിട്ട്. അതാരെ പറത്തി വിടുന്ന ഇപ്പോഴും അറിയൂല, ആർക്കും മനസ്സിലായില്ല. അങ്ങനെ പറത്തി വിട്ട് ചെക്കൻ പ്ലസ് പെണ്ണുണ്ട്, ചിലതൊക്കെ പൊട്ടുന്നുണ്ട്. നമ്മളെ പറത്തിയിട്ട് നമ്മള് പോയി. പിറ്റേന്ന് നോക്കുമ്പോ ഇവിടെ ഡിസ്കഷൻ, അതായത് സംഭവം വീട്ടിൽ പിടിച്ച്. പറത്തി വിട്ടോണ്ടാണോ അല്ലേന്ന് അറിയില്ല, സാധനം വീട്ടിൽ പിടിച്ച് അടിച്ച് പിരിഞ്ച്. അല്ലെ നമുക്കൊരു ഡോപ്പമി. നിങ്ങളെ ബലവും കാരണം വീട്ടിൽ പിടിച്ച് അടിച്ചു പിരിഞ്ഞ്. ബലവും കാരണമാണോ അറിയില്ല, പിടിച്ച് പിറ്റേന്ന് പിടിച്ച്. ഇപ്പൊ പണ്ടത്തെ കാര്യം പറഞ്ഞോ, പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ, ഭയങ്കര ഫേമസാ. അന്ന് നമ്മൾ ഈ ഞെക്കണ മൊബൈൽ 3GB വീഡിയോസ് അതേപോലെ തന്നെ ഇതിലൊക്കെ നമ്മൾ കണ്ടിരുന്ന വീഡിയോ ഭയങ്കര ഫേമസ്. ഇപ്പൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയണത്, ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്കൊന്നും അറിയണമല്ലോ. പക്ഷെ അന്ന് ഭയങ്കര ഫേമസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിങ്ങനെ സ്റ്റണ്ട് ചെയ്യാൻ നോക്കും, ഒരുത്തന്നെ സ്റ്റണ്ട് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട് വെക്കാണ് നോക്കണത്, മറ്റവന് ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ഇതായി കൊടുക്കാം, ഫ്രണ്ട് വെക്കണം, അങ്ങനെയല്ല ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വരാൻ ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇങ്ങനെ സ്റ്റണ്ടാക്കാൻ നോക്കും, സ്റ്റണ്ടാക്കാൻ പറ്റില്ല, അവിടെ നിന്ന് തിരിച്ചു വരും. അവിടെ നിന്നാണ് സംഭവം തുടങ്ങണത്. അവിടെ തുടങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ സ്റ്റണ്ടാക്കാൻ വേണ്ടി പൊക്കും ശരിക്കും പൊക്കും അല്ലേ, ശരിക്കും പൊക്കിയിട്ട് അതിന്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ വരെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ വരും. ഇവ നേരെ കാട്ടിനുള്ളിൽ പോകും. പക്ഷെ അതൊന്നല്ല ഹൈലൈറ്റ്. ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇയാളൊരു നിപ്പുണ്ട്. ആ ലാസ്റ്റ് ആ വീഡിയോയുടെ അവസാനം അതിന്റെ പേര് ഡയലോഗ് ഉണ്ട്, പണി പാല് വെള്ളത്തിൽ കിട്ടിയെന്ന് ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു.